ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെറുപയർ പരിപ്പ് വേണം, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നുറുക്ക് ഗോതമ്പ്. ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നുറുക്ക് ഗോതമ്പ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ആൾക്കാർക്കാണ് ഇത് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനും കുറക്കാനും. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ പരിപ്പ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം യൂസ് ആക്കിയിട്ട് നന്നായിട്ട് അതൊന്ന് 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കഴുകുന്ന സമയത്ത് എല്ലാം നല്ലതായിട്ട് കഴുകിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ആ ചെറുപയർ പരിപ്പിനുള്ള എന്തെങ്കിലും പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ നല്ല സിമ്പിളാണ്, നല്ല ഹെൽത്തിയും ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമുക്ക് ഇപ്പോൾ രാത്രി ടൈമിലോ അല്ലെങ്കിൽ ഉച്ച സമയത്തോ രാവിലെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ചെറിയ 3 പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും ചെയ്യാം, അതുപോലെ തന്നെ കുറക്കുകയും ചെയ്യാം. പിന്നെ ഞാനാണെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി നല്ല ചെറുതായിട്ട് ഇതിലേക്ക് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യുക, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒത്തിരി അങ്ങ് ഉള്ളി ഇടുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഉള്ളിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 1-2 ഉള്ളി നിങ്ങൾക്ക് എത്ര വേണോ അത്ര അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് അത് വളരെ ചെറുതായിട്ട് നമുക്ക് കട്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെറുതായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ചെറുതായിട്ട് അത് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ വെളുത്തുള്ളിയാണ് കേട്ടോ, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുക്കുന്നുള്ളത്. അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മണം ഇതിനുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ജസ്റ്റ് ഒന്ന് കുക്കറിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ കുക്കറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇത് വേവാൻ എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ആണെങ്കിൽ 2 വിസിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വിസിലെടുത്തിട്ട് ഒരു 10 മിനിറ്റ് അതേപോലെ തന്നെ ആ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ പെർഫെക്റ്റായിട്ട് ഈ ഒരു നുറുക്ക് ഗോതമ്പ് വേവിച്ച് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാനാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു 2-3 ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ നുറുക്ക് ഗോതമ്പൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അങ്ങനെ കുറേ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വിസിലെടുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ നമ്മൾ തുറന്ന് കൊടുക്കാണ്ട് ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് തുറന്ന് കൊടുക്കുക. അപ്പോൾ ഈ വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ നുറുക്ക് ഗോതമ്പിലാണെങ്കിൽ ആ ഉപ്പൊക്കെ നല്ല വെളിച്ചങ്ങ് കിട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 വിസിൽ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തേങ്ങ ചിരവിയത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കുക്കർ വിസിലാവുന്നത് ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു കുറച്ച് കട്ടി ഉള്ള രീതിയിൽ നമ്മൾ അരച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ഇത് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട് തേങ്ങ. എന്നിട്ട് ഇതിൻ്റെ പാലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ നല്ലോണം കൂട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. കുറച്ചും കൂടി കുറേ തേങ്ങാപ്പാൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കൂടി ഓട്ടോമാറ്റിക്കലി കൂടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആണെങ്കിൽ ഒരു 1/2 മുറി തേങ്ങ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഉള്ളിയുടെ പകുതി, ഒരു ചെറിയ ഉള്ളിയാണ്, ആ ചെറിയ ഉള്ളിയുടെ പകുതി ഇവിടെ ചെറിയ പീസുകളായിട്ട് ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ താളിച്ചൊഴിക്കാനാണ്, ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ, താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.
അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ അടച്ച് വെച്ച ആ കുക്കർ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ഈ തുറന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പെർഫെക്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒഴിച്ച വെള്ളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അതെല്ലാം കൂടി മിക്സ് ആവണം. അങ്ങനെ മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ നമ്മളതൊന്ന് വേവിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് തിള വരണം. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമുക്കിത് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ കുറുകി വരും. ആ ഒരു കുറുകി വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ഇതൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ താളിച്ചൊഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3 വറ്റൽമുളക്, ഇവിടെ ഞാൻ 2 വറ്റൽമുളക്, ചെറിയ ചെറിയ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ വളരെ കുറച്ചൊരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ താളിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ലൊരു കളറും വരും, പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. പിന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും കൂടി ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ താളിച്ചൊഴിച്ച് കൊടുത്താൽ ഇതിന് നല്ല പ്രത്യേകമായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കേ, ഇതെന്തൊരു നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും നല്ല ടേസ്റ്റി ആയിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും നമുക്ക് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ പപ്പടം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പടത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ പപ്പടം കാച്ചിയത്. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഗായ്സ്. ബൈ ബൈ.